ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നൈറ്റ് ഗുരുവായൂർ അമ്പലത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ് അല്ലേ ഗൈസ്. ഞങ്ങൾ അമ്പലത്തേക്ക് തൊഴാനൊന്നല്ല പോയത്, ആ ഒരു ലൈറ്റിംഗ് ഒക്കെ ഒന്ന് കാണാൻ കുറച്ച് ടൈം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടുന്ന് ഏകദേശം കഷ്ടിച്ചൊരു 18 കിലോമീറ്റേഴ്സ് ഓളം ഉണ്ട് ഈ ഒരു ഗുരുവായൂർ അമ്പലത്തേക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റിയൊരു പ്ലേസും കൂടിയാണ് ഗുരുവായൂർ അമ്പലം. അപ്പോൾ അമ്പലത്തേക്ക് തൊഴാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടുന്ന് വാങ്ങുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും മടങ്ങി വരുമ്പോൾ ഒരു മോതിരം എൻ്റെ കയ്യിലുണ്ടാവും. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ മോതിരത്തുമ്പോൾ കൃഷ്ണൻ്റെ പടം വെച്ചതൊക്കെ ഡെയിലി ഞാൻ പോകുമ്പോൾ വാങ്ങുമായിരുന്നു. ഡെയിലി അല്ല, പോകുന്ന സമയത്ത് ഞാൻ വാങ്ങുമായിരുന്നു. പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ വാങ്ങിയത് കുറച്ച് വിഗ്രഹങ്ങളും മയിൽപ്പീലിയും കുറേ ഫോട്ടോസൊക്കെയാണ് കണ്ണൻ്റെ വാങ്ങിയത് കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെയുള്ള കടകൾ മൊത്തം കയറി ഇറങ്ങി. കാരണം എല്ലാ കടകൾ കാണുമ്പോഴും ഏകദേശം സെയിം ആണ്. പക്ഷേ ഒരു കടയിൽ ഇല്ലാത്ത സംഭവങ്ങൾ ചിലപ്പോൾ അടുത്ത കടയിൽ പോയി ചോദിച്ചാൽ അവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ ഭയങ്കര റേറ്റാണ് സംഭവങ്ങൾക്ക്. പക്ഷേ ഗുരുവായൂർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്പാടിക്ക് ഫ്ലൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവന് ഞങ്ങൾ കണ്ണെന്ന വിളിക്കുക, അമ്പാടി കണ്ണെന്ന വിളിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും നോക്കിയില്ല, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അമ്പലത്തിൻ്റെ ഉള്ളിൽ വേറെ ലെവലായിരുന്നു. കാരണം ആ ഒരു ടൈമിലും, കാരണം ഞങ്ങളൊരു 10 മണിക്ക് ശേഷമാണ് പോയത് കേട്ടോ. ഐ തിങ്ക് 10 മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു. പോയപ്പോഴും അവിടെ ഫുൾ ആൾക്കാർ തന്നെയായിരുന്നു. 24/7 ഫുൾ ആൾക്കാർ തന്നെയാണ് കേട്ടോ അമ്പലത്തിൽ. അവിടെ അപ്പോഴും പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് ഒക്കെ അരങ്ങേറുണ്ടായിരുന്നു കുട്ടികൾ കേട്ടോ. അങ്ങനെ ഞങ്ങളത് കുറേ നേരമൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ പോയി. അവിടെ പോയി കഴിഞ്ഞാൽ മസാല ദോശ നിർബന്ധമാണ്, ഒന്നും പറയില്ല, കേമായിരിക്കുന്നു. ഞങ്ങളവിടെ 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ മടങ്ങിയത്. കുറേ കാലം വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നോണ്ടാന്നറിയില്ല, വണ്ടി ഞങ്ങൾക്ക് പണി തന്നു ഗൈസ്. അങ്ങനെ കുറേ പേര് തള്ളിയിട്ടാണ് ആ വണ്ടി ഒന്ന് സ്റ്റാർട്ടായത്. അവിടുന്ന് വണ്ടി സ്റ്റാർട്ടായെങ്കിലും പകുതി എത്തിയപ്പോൾ വീണ്ടും സ്റ്റക്കായി. അങ്ങനെ കുറേ പേര് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. നല്ല മനുഷ്യർ തന്നെയായിരുന്നു. സോ അവർ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ വണ്ടിയൊക്കെ അവർ ഏർപ്പാടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ സേഫിലി വീട്ടിലെത്തി. അത്രേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ.